ഞാനും എൻ്റെ കോഴിയും ഞങ്ങൾ 3-5 പേരും ബാംഗ്ലൂർ വന്നേ കള്ളു കുടിക്ക. ഓ, കള്ളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബോറടിച്ചാലോ മോനെ. മാമാ കോഴിയായില്ലേ? കോഴിയാണല്ലോ. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രായമായ പിള്ളേരുടെ മുമ്പിൽ മാമ മാമ എന്ന് വിളിക്കരുതെന്ന്. എനിക്ക് നാട്ടിൽ വേറെ പണിയുണ്ടെന്ന് വിചാരിക്കൂടാ. മാമയെ പിന്നെ മാമ എന്നല്ലാതെ കോമാന്ന് വിളിക്കാൻ പറ്റുമോ? കോൾ മീ അങ്കു. ഓക്കെ അങ്കു മാമ. അങ്കു മാമന് നാട്ടിൽ എന്താ ശരിക്കും പണിയെന്ന് പറയാമോ? ഇങ്ങനെ മതിയാ? ഓക്കെ അല്ലേ? താനെന്ത് പറഞ്ഞ ഈ പ്രാവശ്യം പെണ്ണുമ്പിളെ പറ്റിച്ചേ? എടാ ഞാനിപ്പോ ചെന്നൈയിലല്ലേ 4 ദിവസത്തെ ട്രെയിനിങ്ങില്. അല്ല അപ്പം അവള് വിളിക്കുമ്പോ ഈ മൊബൈൽ കമ്പനികൾ തമിഴ് പറയില്ലേ? അതിനവർക്ക് വിളിക്കാനുള്ളൊരു ചാൻസ് ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവളാണല്ലോ എന്നെ ഡ്രോപ്പ് ചെയ്തത്. ഞാൻ നേരെ ട്രെയിൻ കയറി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അടിപൊളി. കണ്ടുപഠിച്ചോ? ഇതൊക്കെ എന്ത് ഇവിടെ നമ്മൾ രണ്ടുപേരും പെണ്ണ് കെട്ടാൻ നടക്കുന്നു, ഇവിടെ കെട്ടിയവൻ അവളിൽ നിന്ന് ഓടി നടക്കുന്നു. അടി cheers. അങ്കു ഇതല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, അരുൺ വരുന്നുണ്ട്. അവനോട് കല്യാണം മുടങ്ങിയ കാര്യം ചോദിക്കില്ല കേട്ടോ. ഇല്ല. മോർണിംഗ്. നീ ഇന്നലെ രാത്രി ചക്കപ്പഴാണോ കഴിച്ചത്? ഉണ്ടയാ കഴിച്ചത്. ഗുഡ് മോർണിംഗ് ഡാ. അല്ല നീ ഇത്ര ലേറ്റ് ആയിട്ടൊന്നും ചോദിച്ചതാ. ഗുഡ് മോർണിംഗ്. എന്ത് ചളുവാടാ പ്രസാദേ. അതെ, ചമ്മിരിക്കൊന്നും വേണ്ട. കല്യാണം മുടങ്ങിയ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? എന്ത് പരിപാടി കാണിച്ചത്? ഞാൻ പറഞ്ഞല്ലേ. ചുമ്മാ. ആ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു. വിചാരിച്ച ഒരു പെണ്ണ് കാണാൻ ചെല്ലാൻ. എന്നാ കൊണ്ടുപോയി തിന്നെ. പെൺകുട്ടി SI ആ പേടി ഉറപ്പായി. ആ എന്താടി? ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഉപകാരം ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഇപ്പൊ. എന്റെ ആ ഫ്രണ്ടില്ലേ സ്വാതി, നിങ്ങളെന്നാ പെണ്ണ് കാണാൻ പോയ കുട്ടി, അവക്ക് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി. അതിന് അവക്ക് അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാനൊരു സ്ഥലം സംഘടിപ്പിക്കോ? അച്ഛനമ്മയും കൂടെ വരും. ചേട്ടൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് അറിയാൻ തന്നെ ഞാനങ്ങ് പറഞ്ഞു പോയി. അതിനൊന്നും എനിക്ക് സമയമില്ല. അമ്മ, ഈ ചേട്ടൻ സമ്മതിക്കുന്നില്ല, ഒന്ന് പറ. എന്താടാ നിന്റെ പ്രശ്നം? നാട്ടിൽ നിന്നൊരു കുടുംബ സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുത്ത എന്താ? അമ്മേ, അവളെ പോയി കെട്ടാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. സുവിൻ എന്ത് വിചാരിക്കും അമ്മേ? ദേ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവര് വിളിക്കും. ആ ഈ ബജി മുഴുവൻ മാവ. ഓരോ മാറും. എന്താണ് ആ പെണ്ണില്ലേ? ഏ പെണ്ണ്? നീ ആ പെണ്ണ് കാണാൻ പോയ പെണ്ണ് അവള് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നു. അതിന് അതിന് താമസിക്കാൻ ഒരു PG ശരിയായി കൊടുക്കണമെന്ന്. കൂടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന്. ഡാ ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. അവളെ ഈ സിറ്റിയിൽ കാല് കുത്താൻ സമ്മതിക്കരുത് അല്ലേ? പാടില്ല. എടാ അമ്മ പറഞ്ഞല്ലേ, നീ ഇവിടെ വാ. എടാ അമ്മായിക്ക് പ്രാന്താന്ന് പണ്ടേ നിനക്കറിയാലോ. എല്ലാ വെള്ളുകളും എടുത്ത് തലയെ വെച്ചോളൂ. എടാ അരുണേ, നീ ആലോചിക്കും, അവളിവിടെ വന്ന അവൾ ഏതെങ്കിലും ഒരു മൂഞ്ചം വളയ്ക്കും. എടാ ഞാൻ പിന്നെ എന്തിനാണ് അവക്ക് താമസ സൗകര്യം ഉണ്ടാക്കാൻ വളം വെച്ച് കൊടുക്കുന്നത്? അവളെ കണ്ടതിന് ശേഷം എൻ്റെ പൊക്കം പ്രത്യേകിച്ച് കൂടിയിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല, അതെന്തായാലും കൂടാനും പോകുന്നില്ല.